രാജ്യത്തുടനീളമുള്ള 130 അമൃത് സ്റ്റേഷനുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. इस कार्यक्रम से देश के 18 राज्य और केंद्र शासित प्रदेशों से भी लाखों लोग ऑनलाइन आज यहां हमारे साथ जुड़े हैं. अनेक राज्यों के राज्यपाल, मुख्यमंत्री, लेफ्टिनेंट गवर्नर, अन्य जनप्रतिनिधि आज हमारे साथ हैं. मैं देश भर से जुड़े सभी महानुभावों का, जनता जनार्दन का अभिनंदन करता हूं. भाइयों और बहनों, मैं यहां पर करणी माता का आशीर्वाद लेकर आपके बीच आया. നവീകരിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ മന്ദിരവും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ എൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ചിറയൻകീഴ് സ്റ്റേഷൻ ദിവസവും ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ അനുഭവം പുനർനിർവചിക്കുന്ന ഒരധ്യായമാണ് ഇവിടെ ഇന്ന് കുറിക്കപ്പെട്ടത്. നവീകരിച്ച വെയിറ്റിംഗ് ഹാളുകൾ, ബുക്കിംഗ് ഓഫീസുകൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, പുനർരൂപകൽപ്പന ചെയ്ത സ്റ്റേഷൻ മുൻ കവാടം തുടങ്ങിയ നവീകരിച്ച സൗകര്യങ്ങളെല്ലാം തന്നെ ഘടനാപരമായ മെച്ചപ്പെടുത്തലുകളാണ്. കോച്ച് സൂചനാ ബോർഡുകൾ, ചാർജിംഗ് പോയിന്റുകൾ, ഗ്ലോ സൈനേജുകൾ, ദിവ്യാംഗർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ, അത് ടാക്ടൈൽ പാത്ത് അടക്കം എല്ലാവർക്കും കൂടുതൽ പ്രവേശന, ഉപയോഗക്ഷമത, സുരക്ഷ, സൗകര്യം എന്നിവ ഉറപ്പാക്കുന്നതാണ്. തിരക്ക് കുറയ്ക്കുന്നതിനും മറ്റുമായുള്ള ഒരു പുതിയ പോർട്ടിക്കോ, ഇരുചക്രവാഹനങ്ങൾക്കും 4 ചക്രവാഹനങ്ങൾക്കും വിശാലമായ പാർക്കിംഗ്, അതിനുള്ള സ്ഥലങ്ങൾ, വെയിലിൽ നിന്നും മഴയിൽ നിന്നും ആശ്വാസം നൽകുന്ന കൂടുതൽ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, വികലാംഗർക്ക്, അങ്ങനെ ഒരു പ്രയോഗം ഇന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല, ദിവ്യാംഗർക്ക് മാത്രമുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ, കാത്തിരിപ്പ് ഹാളുകൾ, വിശാലമായ ഇരിപ്പിട ക്രമീകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സ്റ്റേഷൻ കെട്ടിടം, ഇതൊക്കെയാണ് ചിറയൻകീഴ് അമൃത് സ്റ്റേഷൻ്റെ മറ്റ് സവിശേഷതകൾ. ഇത് കൂടാതെ രാത്രി സമയങ്ങളിൽ വിസിബിലിറ്റിക്കും സുരക്ഷയ്ക്കും ഹൈമാസ്റ്റ് ലൈറ്റിംഗ്, ദിവ്യാംഗർക്കുള്ള മെച്ചപ്പെട്ട അടയാളങ്ങളും സൗകര്യങ്ങളും, യാത്രക്കാർക്ക് തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഒരു പുതിയ ട്രെയിൻ ഇൻഫർമേഷൻ ഡിസ്പ്ലേ സിസ്റ്റം എന്നിവയും ഉണ്ട്. ഈ ഘട്ടത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ച അചഞ്ചലമായ പിന്തുണയും ശ്രദ്ധയും ഇവിടെ ഊന്നിപ്പറയേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രധാനപ്പെട്ട ആറ്റിങ്ങൽ പട്ടണത്തിന് സേവനം നൽകുന്നതുമായ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരു മാതൃകാ സ്റ്റേഷനായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അടൂർ പ്രകാശ് എം പി, ശശി MLA, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ വാഹിദ്, റെയിൽവേ ഉന്നത അധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒപ്പം പാസഞ്ചർ അസോസിയേഷനുകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെയിൽവേ ജീവനക്കാരും ചടങ്ങിന്റെ ഭാഗമായി. HP News 24/7.